നമസ്കാരം. ഒമാനിൽ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം ജൂൺ 1 മുതൽ നടപ്പിലാക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഖുറിയാദിൽ 48.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില റിപ്പോർട്ട് ചെയ്തത്. അൽ അസ്കറയിൽ 47.2 ഡിഗ്രിയും സൂറിൽ 46.4 ഡിഗ്രിയും രേഖപ്പെടുത്തി. അൽ നവാബി, ഇബ്ര ഖസബ് എയർപോർട്ട്, ജമയിൽ, ഇസ്കി എന്നിവിടങ്ങളിലും 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു താപനില. ബൗഷർ, നിസ്വ, മസ്കത്ത് രാജ്യാന്തര വിമാനത്താവളം എന്നിവിടങ്ങളിലും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാദി കബീർ, ദാർസൈറ്റ്, മസ്കറ്റ്, ബോഷർ, മബേല തുടങ്ങിയ രാജ്യത്തെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളും വേനൽ അവധിക്കാലം ആരംഭിക്കുന്നതുവരെ പുതിയ സമയക്രമത്തിലാകും പ്രവർത്തിക്കുക. അതേസമയം ജൂൺ 1 മുതൽ ഉച്ചവിശ്രമം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ തൊഴിൽ മന്ത്രാലയം പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതലുകളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. വേനൽക്കാലത്തെ ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തൊഴിലുടമകളെയും തൊഴിലാളികളെയും ബോധവാന്മാരാക്കുന്നതിൽ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉച്ചസമയത്തെ ജോലി നിർത്തിവെക്കുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി.